സർക്കാർ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. തീർച്ചയായിട്ടും കണ്ണ് കാണാവുന്നതും ചെവി കേൾക്കാവുന്നതുമായ ഒരു ഭരണാധികാരിയായിരുന്നെങ്കിൽ ഞങ്ങളെ കേൾക്കാനും കാണാനും സന്നദ്ധത പ്രകടിപ്പിക്കും. പകൽ സമരം ഈ മഴയത്തും ഈ പൊരിവെയിലത്തും ഞങ്ങളുടെ കഴിഞ്ഞ 18 വർഷമായി ഞങ്ങൾ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന തലത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം ഒരു 6-7 വർഷത്തോളം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതിയായിരുന്നു. ഏകദേശം 2-3 ജോലിയോ ഉണ്ടായിരുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വീടുകളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയമില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഏത് ജോലിക്കും ഞങ്ങൾക്ക് പോകാം. ടൈം പാസിന് വേണ്ടി ചെയ്യുന്നത് പോലെ അത്യാവശ്യ കാര്യങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയാൽ മതിയായിരുന്നു. വീണ്ടും ഒരു 2-3 വർഷം കൊണ്ട് വീണ്ടും പിന്നിട്ടപ്പം ഒരു 2016-17 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓരോ ജോലിക്കാരും കൂടി വന്നു. ഈ ആദ്യ കാലഘട്ടങ്ങളിലും രണ്ടാമത്തെ കാലഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു നിശ്ചിത തുക ഇല്ലായിരുന്നു. ആ തുകയ്ക്കൊക്കെ മാറ്റം വരുമ്പോഴത്തേക്കും ഒന്നുകിൽ 8 മാസം അല്ലെങ്കിൽ 10 മാസം ഇങ്ങനെയായിരുന്നു ആ വേതനം തന്നുകൊണ്ടിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമില്ല. കാര്യം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ട ജോലി വേറെ നമുക്ക് ചെയ്യാം. അപ്പോഴും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഞെരുക്കോ അത്ര ഉണ്ടാകത്തില്ലായിരുന്നു. തൊഴിലുറപ്പിന് പോകാം, മറ്റു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാം. പിന്നെ വീണ്ടും കാലങ്ങളങ്ങ് കഴിഞ്ഞപ്പോഴേക്കും 2018, 19, 20 കാലഘട്ടം ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു 40, 38, 39, 40 തരം ജോലി ഞങ്ങളായിരുന്നു. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും എന്ത് കാര്യം വന്നാലും അത് ആശുമാരെ ഏൽപ്പിക്കുന്നത് പതിവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാമാണ് ദേശീയ വിരവിമുക്ത ദിനം, ദേശീയ പോളിയോ നിർമ്മാർജ്ജന ദിനം. ഇതിലൊക്കെ ഞങ്ങൾ ഒരു പോളിയോ നിർമ്മാർജ്ജന ദിനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൃത്യം ഒരു മാസത്തോളം നമ്മൾ കാൽക്കുലേഷന് വേണ്ടി തുടങ്ങി. അതായത് 0 to 5 വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും കണക്ക് അതെല്ലാം രേഖപ്പെടുത്തി അത് ഒരാഴ്ച കൊണ്ടാണ് അതിൻ്റെ എല്ലാ ജോലിയും പോകും. ഞങ്ങൾക്ക് കിട്ടുന്ന വെറും 75 രൂപയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് വിഷമമില്ലായിരുന്നു. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറ്റു ജോലിക്ക് പോകാം. കാലങ്ങൾ ഇങ്ങ് കടന്നു വന്നപ്പോൾ ജോലിയുടെ എണ്ണം കൂടുകയും വേതനം വളരെയേറെ കുറയുകയും കറക്റ്റ് സമയത്ത് വേതനം കിട്ടാതെ എന്ന് പറയുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ 3 മാസത്തെ ഇൻസെൻറ്റീവ്, 3 മാസത്തെ ഓണററി ക്രമേണ 4 മാസം 5 മാസം കൂടുമ്പോൾ കിട്ടാനുണ്ട്. അതൊരു കാരണവശാലും ഒന്നിച്ച് കിട്ടത്തില്ല. ഒരു ഇൻസെൻറ്റീവ് കിട്ടി ഒരു 2 മാസം കഴിയുമ്പോൾ ഓണററി അതൊന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്ത മാസത്തെ കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ഓണത്തിന് ഉത്രാട ദിവസമാണ് പൈസ വരും. അതേപോലെ തന്നെ ക്രിസ്മസിന് പൈസ വരാറില്ല, ഈസ്റ്ററിന് പൈസ വരാറില്ല, റംസാന് പൈസ വരാറില്ല. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിവേദനങ്ങൾ പലതും ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒരു നല്ല പോസിറ്റീവ് മറുപടി ഇന്നേ വരെ കിട്ടും. ഇത് ഈ കഴിഞ്ഞ 2 ബഡ്ജറ്റ് കേരള ബഡ്ജറ്റിലും ഞങ്ങൾക്ക് 1 രൂപ പോലും വകയിരുത്തില്ല. ഇതിന് ഞങ്ങൾ പ്രത്യേകം കൊടുത്തു. സാർ ഇങ്ങനെയുള്ളതാണ് കാര്യം. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന NHM സ്ഥാപനത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ കൊടുത്തു. ആ കൊടുത്തപ്പോഴും ഞങ്ങൾക്ക് അനുഭാവപൂർണ്ണമായ ഒരു മറുപടിയും കിട്ടിയില്ല. നിഷേധാത്മക കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ അവസരത്തിൽ ഞങ്ങൾ 2 വർഷം കൊണ്ട് പറയുവാണ് ഞങ്ങളൊരു രാപ്പകൽ സമരം നടത്തും, അതിലേക്ക് ഞങ്ങൾ തള്ളിവിടരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അധികാരികൾ കേട്ടില്ല. ഇന്ന് 41 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പല ഘട്ടങ്ങളും സമരത്തിലേക്ക് കടന്നു. രാപ്പകൽ സമരം, അതുപോലെ തന്നെ നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റ് ഉപരോധം, കുടുംബ സംഗമം, ഇതെല്ലാം നടത്തി ഞങ്ങളുടെ ശക്തി തെളിയിച്ചിട്ട് പോലും ഈ സെക്രട്ടേറിയറ്റ് വിളിക്കുന്ന തൊഴിലാളി ഗവൺമെൻറ് ഒരു മന്ത്രിമാരും, ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരാളും ഇവിടെ ഞങ്ങളെ വന്ന് കാണുകയോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയോ അത് പരിഹരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ട്. ഇപ്പം നിലവിൽ ആരോപിക്കപ്പെടുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഗവൺമെൻറ് അനുകൂല ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ CITUവിൻ്റെ ആശാ വിഭാഗം പോലും പറയുന്നത്
ഒന്ന്, മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിൽ ആശയ്ക്ക് പിന്നെ ഓണറേറിയം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്ന ഒരു സംഗതി. രണ്ടാമത്തത് പിന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇതൊരു NHMൻ്റെ ഒരു സ്കീം ഇതായതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായി നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലാണ്ട് സംസ്ഥാന സർക്കാരല്ല എന്നൊരു ഇത് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ള ആരെക്കാളും കേരളത്തിൽ പിന്നെ കഴിഞ്ഞ 2016 മുതൽ ഇതുവരെ ഓരോ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഇങ്ങനെ കൂട്ടുന്നുണ്ട്. UDFൻ്റെ കാലത്ത് വളരെ കുറവായിരുന്നു, അങ്ങനെ കുറച്ച് ആരോപണങ്ങളാണ്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, അപ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങളോട് എന്താണ് നിങ്ങളുടെ ഒരു? CIT യൂണിയനോട് ചോദിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ സമരം തുടങ്ങുന്നത്. CIT യൂണിയൻ ഒരു തൊഴിലാളി യൂണിയൻ എന്നാണ് അവകാശപ്പെടുന്നത്. CIT യൂണിയൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ രാപകൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് AGS ഓഫീസിന് മുൻപിൽ വെച്ചായിരുന്നു സമരം. കറക്റ്റ് നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപ് വായിച്ചിട്ട് പോകുവാണ്. തൊഴിലാളി സർക്കാരാണ്, ആശമാർക്ക് വേണ്ടി തൊഴിലാളി യൂണിയനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് അവരുടെ പെർമിഷനൊന്നും വേണ്ട ഒരു സമരത്തിന്. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾക്കും അറിയാം ഞങ്ങൾ എവിടെ സമരം ചെയ്യുന്നു. ഞങ്ങൾ ഈ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ എന്നും നേരം വിളിപ്പോൾ ഉപ്പൊഴിച്ച് കഞ്ഞി കുടിക്കുന്നവരാണ്. ഉപ്പൊഴിച്ച് കഞ്ഞി കുടിക്കുന്ന ഏവർക്കും അറിയാം ഞങ്ങൾ എവിടെയാണ് സമരം ചെയ്യേണ്ടത്, ആരാ ഞങ്ങളുടെ ബിനാമി എന്ന് കൃത്യമായി. അപ്പം ഞങ്ങൾ അതനുസരിച്ചാണ് ചെയ്യും. ഒരു യൂണിയൻ്റെ പിൻബലത്തോടു കൂടിയൊന്നുമല്ല. ഞങ്ങൾ ആശമാരെല്ലാവരും ഒന്നിച്ചു കൂടി ഞങ്ങളുടെ തീരുമാനങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ബന്ധപ്പെട്ട് ഒന്നും സ്വന്തമായിട്ട് ചെയ്യത്തില്ല, കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഞങ്ങൾ ഈ ആശമാരെല്ലാവരും ചേർന്നത്. ഞങ്ങൾ എന്തിനാണോ വന്നത് നേടിക്കൊണ്ട് പോകാൻ CIT യൂണിയൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാ ഓണറേറിയം കൂട്ടിയത്, ഞങ്ങളാ ഓണറേറിയം കൂട്ടിയത്. ഇപ്പോൾ 7,000 രൂപ വന്നു. 7,000 രൂപ 232 രൂപയാണ് ഒരു ദിവസം. അറിയാമല്ലോ ഇന്നത്തെ ചിലവ്. ഞങ്ങൾ മന്ത്രിമാരുടെ ആഡംബരങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് ഈ പൊതുസമൂഹത്തിന് മൊത്തം അറിയാം. അതിനിടയിൽ ഞങ്ങളും കൂടെ പറയേണ്ട കാര്യമില്ല. ഒന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണം, എവിടെ നിന്നാണ് ചോദിക്കാനുള്ളതെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങളിൽ പലരും 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ് ഞങ്ങൾ എടുത്തെങ്കിലും മിക്കവാറും പേര് PG ഡിഗ്രി കഴിഞ്ഞ പിള്ളേർ. അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവന് ഇവിടെ തൊഴിലാളി യൂണിയൻ CIT യൂണിയൻ്റെ കുത്തകയൊന്നുമല്ല, കുത്തകപ്പാട്ടം മൊത്തം അവർ ഏറ്റെടുത്തു സമരത്തിൽ. അത് അവരവരുടെ കയ്യിൽ വെച്ചോട്ടെ. ഞങ്ങൾക്കറിയാം ആരോട് ചെയ്യണമെന്ന്. ഞങ്ങൾ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് AGS ഓഫീസിൻ്റെ മുമ്പിൽ കഴിഞ്ഞ 1 വർഷം മുൻപ് ഞങ്ങളിവിടെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടക്കെ പല പ്രാവശ്യം പറഞ്ഞു. കോവിഡ് കാലത്ത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് മാസ്ക് വേണം, നമുക്ക് ഗ്ലൗസ് വേണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഒരു സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെ പണിയെടുത്തവരാണ്. അപ്പം ഞങ്ങൾക്കറിയാം എവിടെ ചെന്ന് ചോദിക്കണം, ആരോട് ചോദിക്കണം എന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട് ഫണ്ട് അവരുടെ പോർട്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം തീറ്റി പൊളിപ്പിച്ച് ഈ കാണാവുന്ന ശമ്പളമൊക്കെ മേടിച്ച് നമ്മളെന്തിനാണ് കേരള സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്? ഇവിടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പോകാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അല്ലാതെ അവർക്ക് പകരം നമ്മൾ പോകാനാണെങ്കിൽ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ വേണ്ടായിരുന്നല്ലോ. ഗവൺമെൻറ് വേണോ ഇവിടെ? കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാലാകാലങ്ങളിൽ അവരുടെ ഫണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് തരേണ്ട ബാധ്യത അവരാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടെടുക്കട്ടെ. അങ്ങനെ ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ടോ? ഒരു ലിബറൽ സംവിധാനം ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് ഇവർ പറയുമ്പോൾ കുറച്ചൊക്കെ ആലോചിക്കണം. തലയുള്ളവർ ഈ കേരളത്തിലുണ്ട്, തലയുള്ളവർ ഈ ലോകത്തുണ്ട്. പൊതുസമൂഹം മുഴുവനും ഞങ്ങളെപ്പറ്റി അറിയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയാണെന്ന് കേൾക്കുന്നുണ്ട്. പഴയ കാലത്തെ കയർ തൊഴിലാളികളും പഴയ കാലത്തെ കശുവണ്ടി കർഷകരും ഒന്നുമല്ല ഇപ്പോഴുള്ളത്. അപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാലാകാലങ്ങളിൽ മാധ്യമങ്ങളിലും അതുപോലെ IT സംവിധാനങ്ങളും ഇത്രയേറെ മെച്ചപ്പെട്ട കാലത്ത് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ടായി എവിടെ സമരം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടായി ഇവിടെ സമരക്കുന്നത്. CIT യുടെ വേറൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മൊത്തം കേരളത്തിലുള്ള 26,000-ന് മുകളിലുള്ള ആശാ വർക്കേഴ്സിൽ ഏതാണ്ട് 20,000-ൻ്റെ മുകളിൽ CIT യുടെ കൂടാണ്. പിന്നെ ബാക്കി ന്യൂനപക്ഷമാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നതെന്നുള്ളൊരു ആരോപണം. ആയിക്കോട്ടെ, അവരത് പറഞ്ഞോട്ടെ. അവരൊന്ന് മനസ്സിലാക്കണം. അവരെ പോലെ ഓരോ തൊഴിലാളികളുടെയും കയ്യിൽ നിന്ന് ഓരോ നിശ്ചിത തുക കാലത്തെ സമരത്തിന് വൈകിട്ടത്തെ സമരത്തിനെന്നും പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുന്നവരല്ല ഞങ്ങളുടെ. അങ്ങോട്ട് ചെന്ന് നോക്കും. ഞങ്ങളുടെ കൈകളിലൊക്കെ കറ കളഞ്ഞ വിശുദ്ധിയുള്ളവരാണ് ഞങ്ങളുടെ കൈകൾ. ഞങ്ങൾ ആരോടും കൈക്കൂലി മേടിക്കാനോ, തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് സമ്മേളനമുണ്ട്, വണ്ടിക്ക് കൊടുക്കണം 500. ഓരോ സർക്കാർ ഓഫീസുകളിലും
ഓരോരുത്തർ ശമ്പളം മേടിക്കുമ്പോഴും ഈ യൂണിയൻകാർ ചെന്ന് ചോദിക്കും സംഭാവന. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. ഓരോരുത്തരുടെ അടുത്ത് നിന്നും 500-ഉം 1000-ഉം ഓരോ തുകയും നിശ്ചിത തുക വെച്ച് അവർ കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ അപ്പോഴപ്പോഴും നടക്കുക. അപ്പോൾ ഈ 232 രൂപ 245 രൂപ ഈ തോതിൽ പണിയെടുക്കുന്ന ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഇവിടെ തിരുവനന്തപുരം വരെ വന്നിട്ട് പോകാൻ എത്ര രൂപ വണ്ടിക്കൂലിയാകും മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ അവരുടെ കയ്യിലാകും. അതുകൊണ്ട് ഞങ്ങൾ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പം അസോസിയേഷൻ്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻറ്റുമാണ്. ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും എങ്ങോട്ട് വരണം, ആവശ്യമുള്ള വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി. കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ ചികിത്സ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, ഭക്ഷണം, വണ്ടിക്കൂലി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഈ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് വണ്ടിക്കാർക്കും കൂടെ കൊടുത്താൽ നിങ്ങൾക്കൊരു കാര്യവും നടക്കത്തില്ല. പിന്നെ ഞങ്ങൾ വരും, നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരും, വിളിക്കും. ഇവിടെ നിയമസഭാ മാർച്ച് നടക്കും. എത്ര പേരുണ്ടായിരുന്നു? 3680 പേര്. രജിസ്ട്രേഷനുണ്ട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കുടുംബ സംഗമം നടത്തി. എത്ര പേരുണ്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റിൻ്റെ മണ്ണിൽ? ഞങ്ങളാ പറഞ്ഞേ, കടന്നു പോകുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്തണ്ട, നമുക്ക് മറ്റ് സ്കൂൾ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പോകുന്ന സ്ഥലമാണ്, അതൊന്നും തടസ്സപ്പെടുത്തണ്ട, അത്യാവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത്രയും മതിയെന്ന് ഞങ്ങളാ പറയുന്നത്. എത്ര ഉണ്ടായിരുന്നു സംഗമത്തിനെന്നറിയാമോ? കുടുംബ സംഗമത്തിന് 3740 പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിയമസഭാ മാർച്ച് കഴിഞ്ഞ്, കുടുംബസംഗമം കഴിഞ്ഞിട്ട് നിയമസഭാ മാർച്ച് ഇവിടെ ഉപരോധം നടത്തി. എത്ര ഉണ്ടായിരുന്നു? 8750 പേരുണ്ടായിരുന്നു ഇവിടെ. അത് 1%, 2%, അല്ലെങ്കിൽ തന്നെ ശതമാന നിരക്ക് കണക്കാക്കിയിട്ടാണോ ഇവിടെ കൂലി നിശ്ചയിക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും? ശതമാന നിരക്ക് മനസ്സിലാക്കണം. അതെന്ത് ബാലിശമായ സംഭാഷണമാണ്. തലയ്ക്ക് ഏതെങ്കിലും കേരളത്തിൽ ഉപ്പൊഴിച്ച് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ചോദ്യം ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇവരുടെയൊക്കെ വായിൽ ഇങ്ങനെ വരും. അതിനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പഠിപ്പിച്ച സാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞങ്ങളെ പഠിപ്പിച്ച സാർ അങ്ങനെയല്ല. ഇതിനകത്തിപ്പോൾ നിലവിൽ വരുന്ന മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിനും ഇത്രയും ഓണറേറിയോ അല്ലെങ്കിൽ ഇത്രയും ഇൻസെൻറ്റീവോ ഇല്ല. കേരളത്തിന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ വീണ്ടും പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആശാ വർക്കേഴ്സ് ഒരു പിന്നെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്തിടത്തോളം കാലം വളണ്ടിയേഴ്സും കൂടെ. അപ്പം ഈ രണ്ട് സംഗതികൾ മുന്നിൽ വെച്ചിട്ട് ആശാ വർക്കേഴ്സിന് എങ്ങനെയാണ് 21,000 രൂപ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിലവിലുള്ളതിനേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ തുക ആവശ്യപ്പെടാൻ സാധിക്കുക? അതിന് നിയമപരമായിട്ടുള്ളൊരു സപ്പോർട്ടില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. നിയമം ഇവിടെ ആരോ ഉണ്ടാക്കണം? നിയമം ഉണ്ടാക്കുന്ന സർക്കാർ. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണമെന്നാണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് നിയമം ഉണ്ടാക്കണമെന്നാണ്. അങ്ങോട്ട് ഞങ്ങൾ കടന്നു പോണില്ല. അതേപ്പറ്റി പറയാനല്ല ഞങ്ങളിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്നത്. അത് പറയാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടും, അപ്പോഴും ഞങ്ങളത് തുടങ്ങുന്നു. ഇപ്പം ഞങ്ങളുടെ വ്യവസ്ഥയല്ല അത്, ഞങ്ങളുടെ പ്രശ്നമേ അല്ല. ഇവിടെ ഒരു വലിയൊരു സർക്കാരുണ്ട്, വലിയൊരു സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതുപയോഗിച്ച് വേണം കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ വക കാര്യങ്ങൾ ചെയ്യാൻ. അത് ഞങ്ങൾ ആശമാരുടെ കൂലി ചോദിക്കുമ്പോഴല്ല ഗവൺമെൻറ് ഇത് പറയുന്നത്. PSC മെമ്പേഴ്സിന് ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്താണ്. അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. PSC മെമ്പേഴ്സ് കംപ്ലീറ്റ് എത്ര ലക്ഷമാണ് മേടിക്കുന്നത്. എന്നാണ് ഇവിടെ കാറ് വാങ്ങാൻ വേണ്ടി, പുതിയ കാറ് വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ് എന്തുമാത്രം പൈസ ചിലവാക്കുന്നത്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളിതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾ ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് പറയാൻ ഞങ്ങൾക്കൊരവസരം വരുമ്പോൾ പറയാം. അപ്പോൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഒരു ചെറിയ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവർ ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ, ഈ ജനാധിപത്യ കേരളത്തിൽ, ജനാധിപത്യ നാട്ടിൽ, ജനാധിപത്യ സർക്കാരിന് ഉചിതമായ രീതിയല്ല ഈ വക സംഭാഷണം. അതാദ്യം ഈ സർക്കാർ മനസ്സിലാക്കും. തൊഴിലാളികളോട് സംസാരിക്കേണ്ട വിഷയത്തെപ്പറ്റി മാത്രം സംസാരിക്കണം. ഞങ്ങൾ അവിടെ പോയി മേടിച്ചോ ഇവിടെ പോയി മേടിച്ചോന്ന് ഞങ്ങളോട് പറയണ്ട. ഞങ്ങൾക്കറിയാം എവിടെ നിന്ന് മേടിക്കണമെന്ന്. ഇവിടെ വരെ പിന്നെ 7,000 തന്നെന്ന് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? 7,000 രൂപ നാളിതുവരെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരാമെങ്കിൽ ബാക്കി വെക്കേണ്ട 3 ഇരട്ടിയും. ഇവരല്ലേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്കീം വർക്കേഴ്സിന് മുഴുവനും 700 രൂപ ഡെയിലി വേജസിൽ ഞങ്ങളുടെ ഭരണകാലത്ത് കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ എൻ്റെ വോട്ട് സഹിതം വാങ്ങിച്ച് ജയിച്ച് ഇവിടെ വന്നു അല്ലേ? അപ്പോൾ പിന്നെ എന്തുദ്ദേശം വെച്ച് 700 രൂപയെന്ന് അവർ പറഞ്ഞു.
പക്ഷെ അത് സ്കീം വർക്കേഴ്സിനായിരുന്നില്ല എന്നും പിന്നെ അത് നിലവിലുള്ള അതന്നെ അതിൽ 45-ാം ഖണ്ഡമാണ് അതൊന്ന് നോക്കാൻ പേപ്പർ. അത് ഈ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. ആ രീതിയിലാവാതെ നന്നായിട്ട് നിയമം എന്താണെന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി പറയണം. ഞങ്ങൾ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. 62 വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കിവിടെ വിരമിക്കലാണെങ്കിലും ഞങ്ങൾ ചോദിക്കും, നാട്ടിൽ നടക്കുന്ന കാര്യമില്ലേ, അങ്ങനെ ഒരു നിയമമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ആ നിയമം ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ മന്ത്രിമാരുടെ PA 2.5 വർഷം കൂടുമ്പോൾ ആജീവനാന്ത പെൻഷൻ വാങ്ങുന്നു. ഈ 18 വർഷം നമ്മുടെ ചോരയും നീരും കോവിഡ് കാലത്ത് ഒരൊറ്റ JPHമാരും ഒരൊറ്റ JHമാരും ഒരൊറ്റ സർക്കാർ സ്ഥാപനങ്ങൾ പോലും സാർവരും കടച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ആ 28 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാൻ അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കാവുന്നത് അല്ലേ? ഞങ്ങൾ വാളണ്ടിയർ ആണെന്ന് പറയും. വാളണ്ടിയർ കഴിഞ്ഞ് ഞങ്ങളെ പ്രവർത്തകരാക്കി സർക്കാർ ഉത്തരവിട്ടു എന്നും അറിയത്തില്ല. എത്ര നാളിവിടെ ഇന്ത്യയിൽ ജോലി ചെയ്യണം ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം? അപ്പോൾ 18 വർഷമായിട്ട് ഇനിയും തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. തൊഴിലാളി സർക്കാർ എന്ന് പറയുമ്പോൾ നാണക്കേട് ആർക്കാണ്? ഞങ്ങൾക്കാണ്. ഞങ്ങൾക്കൊരു നാണക്കേടില്ല. ഞങ്ങൾ അന്തസ്സായിട്ടാണ്. ഞങ്ങൾ പോലീസിൻ്റെ ബാരിക്കേഡ് തകർക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ മതിൽ നട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ ഇനി ഈ വെള്ളം തണ്ണീർ മഴ ഒഴുക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ വളരെ ശാന്തമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സമരം ചെയ്ത് മുദ്രാവാക്യം മുഴക്കി ഈ രാത്രിയും പകലും ഈ തെരുവോരത്തോടെ ഈ പറയപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാരെയോ അവരുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ, അവരിങ്ങനെ തെരുവിലിരിക്കാൻ സമ്മതിക്കും. അപ്പോൾ ഇവർക്ക് എവിടെയാണ് പ്രതിപക്ഷം? തൊഴിലാളികളോട് പ്രതിപക്ഷം ഏത് യൂണിയൻ CIT യൂണിയൻ്റെ ഏത് ആശാസ്ത്രീയാണ് പറഞ്ഞത് ഞങ്ങളുടെ സമരം അനാവശ്യമാണെന്ന്? അവൾക്ക് നാണമുണ്ടോ പറയാൻ? അവൾക്ക് നാണമുണ്ടോ? അവൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണോ അത് പറഞ്ഞത്? അവളെ ഈ കേരള സംസ്കാരം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ചാടിക്കയറി അങ്ങോട്ട് പോകും. എന്തിനാ ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്? ബാരിക്കേഡ് അപ്പുറം കടക്കാതിരിക്കാൻ വേണ്ടി. എന്തിനാ ഇവിടെ കാവൽ വെച്ചിരിക്കുന്നത്? ഞങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്കിവിടെ കയറാൻ പെർമിഷൻ ഇല്ല. അവർ പോകും, അവർ പോയി പറയും. അങ്ങനെയൊക്കെ ഇവിടുത്തെ സംവിധാനം. ഇനി ഞങ്ങളോട് മാത്രം ഈ സമരം തുടങ്ങുമ്പോൾ അന്ന് തൊട്ടേ ഇവിടെയല്ല എന്ന് പറയുന്നത്. അപ്പം എത്ര വെളിവുണ്ട് തലയ്ക്ക് എന്തെങ്കിലും ബോധമുണ്ട്, എന്തെങ്കിലും ഒരു അറിവുണ്ട്, രാഷ്ട്രത്തെ പറ്റി എന്തെങ്കിലും ഒരു കരുതലുണ്ടെങ്കിൽ ഒരു യൂണിയൻ നേതാവ് പറയൂ, ഞങ്ങളുടെ ഇവിടെയല്ല, ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെയാണ്, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. ഇനി AGS ഓഫീസിന് മുന്നിൽ ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ ഉണ്ട് ഡൽഹിയിൽ. അവരാവശ്യമുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞോളൂ. അവിടെ ചെന്ന് നേതാക്കന്മാരെ കണ്ട് അവർക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എത്ര MPമാർ പോയി പാർലമെൻറ്റിൻ്റെ മുറ്റത്തും പുറത്തും ഒക്കെ അകത്തും പുറത്തും സമരം ചെയ്തല്ലോ. അവരുടെ ആവശ്യം ഉന്നയിച്ചല്ലോ. അത് മതി. ആശാ വർക്കർമാർ ഉയർത്തിയ ഡിമാൻഡുകളെ മനസ്സിലാക്കി അതുമായിട്ടുള്ളൊരു ചർച്ചയല്ലായിരുന്നു ഞങ്ങളെ ഈ 2 ദിവസവും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. സമരം തുടങ്ങിയ 5-ാം നാളിൽ ആരോഗ്യമന്ത്രി ഒരു ചർച്ച വിളിച്ചു. ആ ചർച്ചയിൽ മന്ത്രി കടബാധ്യതകൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പരിദേവനം പറയാൻ. എനിക്ക് പണമില്ല ഖജനാവിൽ, ഇതറിയാനും. അത് കഴിഞ്ഞതിന് ശേഷം നിരാഹാര സമരത്തിൻ്റെ തൊട്ട് മുൻപ് 38ാമത്തെ ദിവസം ഉപരോധം കഴിഞ്ഞതിന് ശേഷം മാർച്ച് 20-ാം തീയതി ഞങ്ങൾ നിരാഹാരം ഇരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചു. അവിടെയും ആരോഗ്യമന്ത്രി ഈ ആശമാരുടെ യാതൊരു കാര്യവും അവിടെ സംസാരിച്ചു. ആശമാരെ വെയിലിലും മഴയിലും നിർത്തുന്നത് വളരെ കഷ്ടമാണെന്നും ഞങ്ങൾ ആശമാർക്കൊപ്പമാണെന്നും പറയാനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അല്ലാതെ ഞങ്ങളുടെ ഡിമാൻഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അവസാനം ഞാനാണ് ചർച്ചയ്ക്ക് പോകാൻ ഞാനിവിടെ. അവസാന നിമിഷത്തിൽ ഈ 41ാമത്തെ ദിവസം ഇന്നാണ്, അന്ന് 38ാമത്തെ ദിവസം. ഈ 38ാമത്തെ ദിവസം നാളെ എൻ്റെ കുട്ടികൾ ഉപരോധത്തിലേക്ക് കടക്കുകയാണ്, നിരാഹാരത്തിലേക്ക് കടക്കുകയാണെന്നുള്ള ആ ഒരു അമ്മയുടെ മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ലാസ്റ്റ് ഒന്നും പറയാതിരുന്ന മന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, മന്ത്രിക്ക് ഞങ്ങൾക്ക് എത്ര തരാൻ സാധിക്കും? ഓർക്കണം, അത് അവിടെയാണ് എനിക്ക് ആരോഗ്യമന്ത്രിയോട് ബഹുമാനം തോന്നുന്നത്. ആരോഗ്യമന്ത്രി സഡനായിട്ട് അവിടെ നിന്നിട്ട് നേരെ തിരിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആ നോട്ടം കണ്ടപ്പം വളരെ ദയനീയമായൊരു നോട്ടമായിരുന്നു മന്ത്രി.
അവിടെ മന്ത്രി ഇങ്ങനെ ചോദിക്കാനും ഞാനും മന്ത്രിയും നേരെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരും യൂണിയൻ്റെ ആളുകളും, യൂണിയനായിരിക്കണം ഒരു പക്ഷേ, പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഒരാൾ, രക്കം വിഷയം അങ്ങ് മാറ്റി. അപ്പോഴെനിക്ക് മനസ്സിലായി ആരോഗ്യമന്ത്രി കാര്യത്തിൽ വളരെ ദയനീയ അവസ്ഥയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ആരോഗ്യമന്ത്രി ഞങ്ങളുടെ സമരം ന്യായമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉദ്യോഗസ്ഥരും യൂണിയനുമാണ് ഇതിന് സമ്മതിക്കാത്തതിൻ്റെ തെളിവാണിപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞതാണ്. അപ്പോഴേ തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ ആരോഗ്യമന്ത്രിയുടെ, കാരണം ആ ദയനീയമായ മുഖം ഞാൻ കണ്ടു. പെട്ടെന്നാണ് മന്ത്രി അവിടെ നിന്ന് എഴുന്നേറ്റ്, പെട്ടെന്നാണ് മന്ത്രി തിരിഞ്ഞിങ്ങ് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒരു നോട്ടം. കാരണം ആ ചോദ്യം ശരിയാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി. പക്ഷേ അവിടുത്തെ യൂണിയൻ്റെ ആൾക്കാരാണ് മിക്കവാറും ഉദ്യോഗസ്ഥർ, CIT യൂണിയൻ. അല്ലെങ്കിൽ അവർ പോലും, നമ്മൾ സാധാരണ ഒരു സമരം വയ്ക്കുമ്പോൾ, ഒരു ഡിമാൻഡ് വയ്ക്കുമ്പോൾ അവിടെ നമ്മളൊരു ഇതുണ്ടാകും നമുക്ക്. അപ്പോഴാണ് നമ്മൾ പറയുന്നതല്ല അതിതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ വക കാര്യം ചർച്ച ചെയ്യാൻ മന്ത്രിനെ സമ്മതിക്കാത്തത് ഇവിടുത്തെ യൂണിയൻ നേതാക്കളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെന്തോവാണെന്ന് ഞാൻ പച്ചയ്ക്ക് പരസ്യമായിട്ട്. അപ്പോഴതിലൊരാൾ പറഞ്ഞു, ഉദ്യോഗസ്ഥർക്കൊന്ന് താങ്ങി തന്നല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞു. ഇതാ മന്ത്രിയുടെ അവസ്ഥ. ശരിക്കും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയൊക്കെ അറിയാം അവർ ചെയ്യുന്ന സമരം ന്യായമാണ്, അവർക്കത് കൊടുത്തേ പറ്റൂ എന്ന് കൃത്യമായിട്ടറിയാം. അതേപോലെ തന്നെ ഈ പൊതുസമൂഹത്തിന് മുഴുവനും, ഈ ലോകത്തിലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളുടെ സമരം അറിഞ്ഞ് വാർത്തയാക്കി കൊണ്ടുവരുവാണ്. അപ്പം ലോകം മുഴുവനും കാണുന്നു. ഈ അവർ മുഴുവനും ഒന്നടങ്ങും. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ ലോറി തൊഴിലാളികൾ, ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾ എന്ന് വേണ്ട സാറുവരും ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം, മറ്റെല്ലാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ വ്യാപാരി വ്യവസായികളാണ് മഴ പെയ്തതിൻ്റെ അന്ന് ഞങ്ങൾക്ക് റെയിൻകോട്ട് കൊണ്ടു തന്നത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും ഞങ്ങളുടെ സമാധാനപരമായ സമരവും ന്യായവും വളരെയേറെ സത്യസന്ധവുമായ ഒരു സമരമാണെന്ന് പൊതുസമൂഹം മുഴുവനും കണ്ടു കഴിഞ്ഞു. മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ മന്ത്രിമാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ മന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്ന മന്ത്രി. പക്ഷേ ഞങ്ങളുടെ യൂണിയൻ്റെ നേതാക്കൾക്ക് ഇത്രയേറെ ആശമാരെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശയുടെ പുറത്താണ് ഞങ്ങളെ ഈ 1%, 2% എന്നൊക്കെ അവർക്ക് ആത്മനിർവൃത്തി അടയാൻ വേണ്ടി അവരാ പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ അതൊന്നും അല്ലെന്ന് യൂണിയൻകാർക്കറിയാം. അവരുടെ കാലടി കീഴിലെ മണ്ണ് ഊർന്നു പോവുകയാണെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ സമരം തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികൾ സമരപ്പന്തലിൽ വരാൻ തുടങ്ങി. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ പിന്നെ BJP നേതാക്കന്മാർ, BJP മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ, BJP സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് വന്നു. അതിനിടയിൽ ഒരു ആരോപണം ഉയർന്നു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ പിന്നെ CPM അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിനെതിരെ BMSൻ്റെ അല്ലെങ്കിൽ BJPയെ എതിർ നിർത്തിക്കൊണ്ട് SUCI നടത്തുന്നൊരു സമരമാണ് ഇതെന്നുള്ളൊരു ആരോപണമാണ്. അപ്പം കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന് പകരം BJPയെ കൂട്ടുപിടിച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുകയാണ് എന്നൊരു ആരോപണം ഇതിനെതിരെ വന്നു. അതിനെതിരെ നടത്തേണ്ട അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചെറിയ വിഷയമുണ്ട്. ഞങ്ങൾ കേരളത്തിൽ ജനിച്ചു വളർന്നു, ഞങ്ങൾ വിദേശികളല്ല, കേരളത്തിലെ പച്ച മലയാളികളാണ് ഞങ്ങൾ. ഈ മലയാളികൾക്ക് മൊത്തവും അറിയാം യൂണിയൻ്റെ നേതാക്കന്മാരെയും. ഞങ്ങളെ ഒരെണ്ണത്തിനെ പോലും സുസി സംഘടനയിലേക്ക് വലിച്ചഴയ്ക്കാതെ പ്രഗത്ഭരെന്ന് പറയുന്ന ഈ INTUC, ഈ CIT യൂണിയനും, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസൊക്കെ എവിടെ പോയിരുന്നു? ഞങ്ങളെ എന്തിനു സുസിക്ക് വിട്ടുകൊടുത്തു? അതിൻ്റെ ഉത്തരവാദിത്വം ഓർക്കണം. അതിവിടെ പറയുന്നു. CIT യൂണിയൻ പറയുന്നുണ്ടല്ലോ,
26,125 ആശമാരും ഞങ്ങളുടെ കൂടെയാണ്. ശരിയാ, സമ്മതിച്ചു. നാക്കുകൊണ്ട് പറയാനേ പറ്റില്ല. ഒന്ന് മനസ്സിലാക്കണം, ചിത്രത്തിലെ പശു പുല്ല് തിന്നില്ല. അതും മനസ്സിലാക്കണം. അതവരറിയാതെ പോയി. ഇവർക്കൊരു ധാർഷ്ട്യമുണ്ട്. ഞാനാ ഇവിടുത്തെ, എൻ്റെ കുത്തകപ്പാട്ടമാണ് ഇവിടെ. തൊഴിലാളി വർഗം, തൊഴിലാളി യൂണിയൻ, അത് എൻ്റെ സ്വന്തമാണ്. എനിക്കാണ് എൻ്റെ കുത്തകപ്പാട്ട് എടുത്തേക്കുക. അങ്ങനെ ഒരു ധാർഷ്ട്യത്തിലേക്ക് കടന്നുപോയി അഹങ്കാരത്തിൻ്റെ മൂടുപടത്തിൽ സത്യം അറിയാൻ ഒരു മറന്നു. ഒരു ദിവസം കൊണ്ട് ഇതിവിടെ ഒരു സമരം പൊട്ടിമുളച്ചു തന്നെ. ഈ കോവിഡ് കാലത്ത് ഒരു മാസ്കിനും ഒരു ഹൗസിനും വേണ്ടി സെക്രട്ടേറിയറ്റ് പിടിക്കുന്ന സമരം ചെയ്യേണ്ട ഗതികേട് വരുത്തിയത് എവിടെയാണ്? എന്താ ചെയ്യും? സോറി, സെക്രട്ടറി എല്ലാം ഓഫീസർ. അപ്പോൾ അതിന് ഉത്തരവാദിത്തം ഈ തൊഴിലാളികളെ മുഴുവനും ഇവർ പറയുന്ന ഭരണവിരുദ്ധർക്ക് വിട്ടുകൊടുത്തതെന്തിന്? ജനാധിപത്യ രീതിയിൽ അവർ ഉള്ള യൂണിയൻ അല്ല അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ എന്തിനു വിട്ടുകൊടുക്കുന്നുള്ള ഉത്തരവാദിത്തം അവർ പറയുന്നത്, അതിൻ്റെ മറുപടി അവർ പറയുന്നു അല്ലേ? അതല്ലേ അത് ചെയ്യാൻ വേണ്ടിയുള്ള. ഇപ്പം ഇവർ പറയുന്ന ഞങ്ങളുടെ അടുത്ത് പറയുന്ന SUCI 62 വയസ്സിൽ ഞങ്ങളെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് SUCI അല്ല കൊണ്ടുവന്നു. ഇവിടുത്തെ ഈ തൊഴിലാളി വർഗ സ്നേഹികളെന്ന് പറഞ്ഞ CIT നേതാവ് ഉൾപ്പെടുന്ന ഭരണവർഗമാണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ പ്രായം എന്തിനു നിശ്ചയിക്കുന്നു എന്ന് ചോദിക്കാനുള്ള കട്സില്ലായിരുന്നു അവർക്ക്. എന്തേ അവർ മറന്നുപോയോ? 62 വയസ്സിൽ 9 മൊഡ്യൂൾ ട്രെയിനിങ്ങും കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് 62 വയസ്സിലെ പിരിച്ചുവിടൽ ഉത്തരവ് വരുന്നത്. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം നിൽക്കുന്നെന്ന് അവർക്ക് അറിഞ്ഞില്ല. എന്തുകൊണ്ട് അവരതിനെതിരെ ശബ്ദിച്ചില്ല? അന്നിവർക്കില്ലായിരുന്നോ കേന്ദ്രത്തിലേക്ക് പോകാൻ പറയാൻ? ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അന്ന് പറഞ്ഞുവിടായിരുന്നോ? നിൽക്കി അവിടെ നിൽക്കി. 62 വയസ്സിൽ ഉത്തരവ് കൊണ്ടുവന്ന കേന്ദ്രമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയാൻ ഇവർക്ക് പറ്റുമായിരുന്നു? പറ്റൂല. ഉത്തരവ് കൊണ്ടുവന്ന ആരാ? കേരളത്തിലെ ആരോഗ്യമന്ത്രിയാ. 62 വയസ്സ് നീ മതിയാക്കി പോയിക്കോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? വിരമിക്കൽ ആനുകൂല്യം. ഇന്ന് ഞങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകും? അപ്പം ഞങ്ങളെ അണയ്ക്കുന്നവരെ, ഞങ്ങളെ അപ്പം അപകട സമയത്ത് സഹായിക്കുന്നവരാണ് നമ്മുടെ ബന്ധു അല്ലേ? ആണ്. വിശപ്പിന് ആഹാരം ബിരിയാണി തരുന്നവരല്ല, നമുക്ക് ആ സമയം ഒരല്പം കഞ്ഞി തരുന്നവരാണ് നമ്മൾക്ക് പ്രിയപ്പെട്ടത്. നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ബിരിയാണി വരുമെന്ന് പറയൂ? ഞാൻ പറയില്ല. അതാ ഇവിടെ സംഭവിച്ചത്. ഇതിനകത്ത് 41 ദിവസമായി ഈ സമരം. ഇന്ന് ഞാനൊരു വാർത്ത കണ്ടിരുന്നു, LDF ഇതിനകത്ത് ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് അനുകൂലമായി ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം, നിലപാടെടുക്കണം എന്നുള്ളൊരു വാർത്ത ഞാനിപ്പോൾ കണ്ടിരുന്നു. ഈ സമരത്തിൻ്റെ ഭാവി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഭാവി തീരുമാനിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ എഴുതി പഠിച്ചവരും വായിച്ചു പഠിച്ചവരും ഒക്കെയാണ് അല്ലേ? അന്നൊന്നും ബ്രിട്ടീഷുകാരുടെ നേരെയൊക്കെ നെഞ്ചു വിരിച്ച് മഹാത്മാഗാന്ധിയൊക്കെ നിന്നപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടുമെന്നൊന്നും ഓർത്തോണ്ടല്ല. ഇപ്പം കിട്ടുന്നു. ഒരുപാട് പേര് പിഴഞ്ഞു, ഒരുപാട് പേര് ജീവത്യാഗം. അവസാന നിമിഷത്തിലാണ് ഞാനും നമ്മളും ഒക്കെ ഇങ്ങനെ നിന്ന് ഇവിടെ സംസാരിക്കും അല്ലേ? ആണ്. ഇതൊരു വലിയ ജീവൻ ബന്ധം പോരാട്ടമാണ്. സർക്കാരും ഞങ്ങളും തങ്ങളിലുള്ളൊരു മല്ലയുദ്ധമാണ്. ഈ മല്ലയുദ്ധത്തിൽ ഞങ്ങൾക്ക് കാലാൾപ്പട, തേര്, സാർവപടകളും ഞങ്ങളുടെ കൂടെ. സർക്കാർ മാത്രം ഒറ്റയ്ക്ക്. ഇവിടെ അവർ പറഞ്ഞു 1% ഉള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ ആശമാർ 1% സമരം ചെയ്യാനുള്ളൂ. ശരിയാ അവർ പറഞ്ഞത്. അവർ 1% ബാക്കി മുഴുവൻ പേരും ഞങ്ങളിവിടെ 98% വിജയിച്ച് തന്നെയാണ്. അതിൻ്റെ ആദ്യത്തെ അടിയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും എടുത്തുമാറ്റി. ഞങ്ങളുടെ സമരത്തിൻ്റെ ഡിമാൻഡിൽ ഏറ്റവും ആദ്യമുള്ളതൊന്നായിരുന്നു വേതനം മുഴുവനും എല്ലാ മാസങ്ങളിലും ജഡ്ജിയും പിയൂണും തൻ്റെ വേതനം കൈപ്പറ്റുന്ന ദിവസം ഞങ്ങൾക്കും കിട്ടണമെന്ന് പറഞ്ഞു. ഈ മാസത്തെ മാർച്ചിലെ EC-മാൻ റിപ്പോർട്ട് മുഴുവനും ആയി. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഉയർത്തിയ 5 ഡിമാൻഡിൽ 2ഉം അവർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയുള്ള 3 ഡിമാൻഡിൽ ഒന്ന്, ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങളോട് വോട്ട് മേടിക്കാൻ നേരത്ത് സ്കീം വർക്കേഴ്സിന് മുഴുവൻ 700 രൂപ വീതം വേജ് കൊടുക്കാം എന്ന് പറഞ്ഞ തുകയാണ് ഞങ്ങൾ ചോദിച്ചത്. അവിടെ ഞങ്ങൾക്ക് പ്ലസ് പോയിൻ്റാണ്. ഞങ്ങൾ അവിടെയും ജയിച്ചു. പിന്നെ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി നിയമത്തിലും
വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ തൊട്ടടുത്ത പശ്ചിമ ബംഗാൾ സഹിതം മേടിക്കുന്നത് മറ്റുള്ള ഓരോ സ്ഥലത്തും. നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. തെറ്റിപ്പോയി. സിക്കിം സർക്കാർ 10,000 രൂപയാകും. ആന്ധ്രാപ്രദേശിൽ 26,000 രൂപയ്ക്ക് അവർ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഈ CIT യൂണിയൻ ഉൾപ്പെടെ അവിടെ സമരം ചെയ്യുക. പക്ഷേ സിക്കിമിൽ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ റിപ്പോർട്ടുകൾ ഉണ്ട്. എൻ്റെ കയ്യിൽ അതിന് അതായത് ഡീൻ കുര്യാക്കോസ് MP യുടെ അടുത്ത് 26/9/24 ഒരു ചോദ്യം ചോദിച്ചപ്പം രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്റ്റേറ്റുകളിൽ ഇന്ന ആനുകൂല്യങ്ങളും ഇന്ന വേജസും ഉണ്ടെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോഴെൻ്റെ കയ്യിലില്ല, ഞാൻ അപ്പുറത്ത് പോവുകയാണെങ്കിൽ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് ഈ 41 ദിവസവും ഞങ്ങളോടൊപ്പം ഇത്രയും ജനങ്ങൾ നിൽക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ പല തരത്തിലും പരാജയപ്പെടുത്തി. അവിടെയൊക്കെ ഞങ്ങളാ ജയിച്ചു. ഞങ്ങൾ 98% വിജയിച്ചു. 1% മാത്രമേ ഇവരുടെ പക്കലുള്ളൂ. ആ 1% തീർച്ചയായും ഇനിയുള്ളത് മനുഷ്യത്വത്തിൻ്റെ അവസാനത്തെ കണികയാണ്. അത് തന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് അങ്ങനെയൊന്നും ഗവൺമെൻറ്റിന് പോകാൻ പറ്റില്ല. ഗവൺമെൻറ് വരും. ഗവൺമെൻറ് തീർത്തും ന്യായമായ ഞങ്ങളുടെ ആവശ്യമാണെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി ഞങ്ങൾക്കത് ചെയ്തു തരും. അങ്ങോട്ടൊന്നും ഗവൺമെൻറ് പോകത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ പെൻഷനും ഞങ്ങൾക്ക് തന്നിടണം. വിരമിക്കുമ്പോൾ 5 ലക്ഷവും പിന്നെ പെൻഷനും കൂടി ഞങ്ങൾക്ക് തരണം. ഓണറും കൂട്ടണം പൊന്നു സർക്കാരെ, പെൻഷനും കൂട്ടണം പൊന്നു സർക്കാരെ. വിരമിക്കുമ്പോൾ 5 ലക്ഷം പിന്നെ പെൻഷനും കൂടി ഞങ്ങൾക്ക് തരണം. വിരമിക്കുമ്പോൾ 5 ലക്ഷം പിന്നെ പെൻഷനും കൂടി ഞങ്ങൾക്ക് തരണം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഞങ്ങൾ ആശമാറിയിരുന്നു സമരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഞങ്ങൾ ആശമാറിയിരുന്നു സമരം. ആശമാരുടെ ആവശ്യങ്ങൾ നേടും വരെ നിരന്തര സമരം. ആശമാരുടെ ആവശ്യങ്ങൾ നേടും വരെ നിരന്തര സമരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഞങ്ങൾ ആശമാറിയിരുന്നു സമരം.